Hi, Namaste. Welcome back to my channel Win Trader. ഓപ്ഷൻസിൽ ആക്യുറേറ്റ് ആ ട്രേഡ് എങ്ങനെ എടുക്കാം, അതിൽ പ്രോപ്പർ എൻട്രിയും എക്സിറ്റും അതേപോലെ റിവേഴ്സലും എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നിഫ്റ്റിയുടെ മൊമെന്റിലൂടെ ഞാൻ കാണിക്കുന്നത്. ഇന്നത്തെ നിഫ്റ്റിയിൽ മോർണിംഗ് സൈഡിൽ നല്ലൊരു എൻട്രി ആയിരുന്നു. മോർണിംഗ് സൈഡിൽ നിഫ്റ്റി മാർക്കറ്റ് നല്ലൊരു ഡൗൺ സൈഡ് പോയി നല്ല പ്രോഫിറ്റ് ലെവൽ ഉണ്ടായിരുന്നു. എന്നാൽ അത് കഴിഞ്ഞ് അപ്രോക്സിമേറ്റ് 1 മണിക്ക് ശേഷം വന്ന അപ് ട്രെൻഡ് വലിയൊരു ട്രേഡ് നമുക്ക് കിട്ടിയിരുന്നില്ല. ഒരു ഹ്യൂജ് അപ്പ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നമുക്ക് ഇവിടെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ചെറിയ രീതിയിൽ ഷോർട്ട് സ്കാൽപ്പിംഗ് അടിക്കുന്നവർക്ക് ചെറിയ രീതിയിൽ റിട്ടേൺ കിട്ടിയിട്ടുണ്ട്, പക്ഷേ വലിയൊരു അപ് ട്രെൻഡ് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ഇപ്പൊ എങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ ഈ സ്ട്രാറ്റജി, ഇതിനകത്ത് നമുക്ക് റിവേഴ്സൽ എങ്ങനെ കണ്ടുപിടിക്കാം, നമുക്ക് ആക്യുറേറ്റ് എൻട്രി എക്സിറ്റ് എങ്ങനെ എടുക്കാം എന്നുള്ളതൊക്കെയാണ് ഈ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നത് ഇന്നത്തെ ചാർട്ടിലൂടെ. അപ്പോൾ ഇന്നത്തെ നിഫ്റ്റിയുടെ ചാർട്ടാണിത്. ഇന്നത്തെ നിഫ്റ്റിയുടെ നോക്കുകയാണെങ്കിൽ മോർണിംഗ് സൈഡിൽ ഒരു ഡൗൺ സൈഡ് എൻട്രി ഉണ്ടായിരുന്നു. ഇവിടെ നിന്നാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. നമ്മുടെ ഗ്രീൻ കളർ അപ്പാരമാണ് ബൈ ട്രേഡ്, റെഡ് ആണ് സെല്ല്. ഇത് ഇന്ന് മോർണിംഗിൽ സെൽ എൻട്രി ആണ് വന്നത്. ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ആയ മാർക്കറ്റിൽ നിന്ന് അടിച്ചിറങ്ങുകയാണ് ചെയ്യുന്നത്. നമുക്ക് മോർണിംഗിൽ എൻട്രി നമുക്ക് 5 മിനിറ്റ്സും അതേപോലെ 1 മിനിറ്റും രണ്ടും കമ്പയർ ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ചെറിയ ട്രേഡുകളാണ് വേണ്ടതെങ്കിൽ നമുക്ക് മോർണിംഗ് സൈഡിൽ 1 മിനിറ്റിലൂടെയും ട്രേഡ് ചെയ്യാം. ഇന്നത്തെ മോർണിംഗ് സൈഡിൽ 1 മിനിറ്റിൽ നമുക്ക് കിട്ടിയ എൻട്രി ആണ്. ഇപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് ഓപ്പൺ ആയി. പെട്ടെന്ന് എൻട്രി എടുക്കണമെന്നുണ്ടെങ്കിൽ മിനിറ്റ് വൈസ് ചാർട്ടിൽ മോർണിംഗ് ലെവലിൽ ഒരു 11 o'clock മുന്നേ ഈസി ആയിട്ട് ട്രേഡ് എടുക്കാം. അതിൽ ഇന്നത്തെ 1 മിനിറ്റ് നോക്കുകയാണെങ്കിൽ ഒരുപാട് എൻട്രികൾ വരും, പക്ഷേ എല്ലാം ആക്യുറേറ്റ് ആവത്തില്ല. മോർണിംഗ് ലെവൽ ക്ലോസിംഗിൽ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ എൻട്രി വെച്ച് നോക്കുകയാണെങ്കിൽ മോർണിംഗ് ലെവലിൽ നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ആയ ശേഷം മോർണിംഗിൽ തന്നെ സിഗ്നൽ വന്നു. സിഗ്നലിൽ കൺഫേം ആയി സപ്പോർട്ട് അടിച്ച് അവിടെ താഴ്ത്ത് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അവിടുന്ന് 2-3 പ്രാവശ്യം സപ്പോർട്ട് അടിച്ച് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ എൻട്രി മിസ്സായാലും നെക്സ്റ്റ് ട്രേഡ് സപ്പോർട്ടിന് രണ്ടാമത് ബ്രേക്ക് ചെയ്യുമ്പോൾ അവിടുന്ന് റീ എൻട്രി ലെവൽ സോഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അവിടുന്ന് പിന്നെയും 2 പ്രാവശ്യം അടിച്ചിറങ്ങുക ചെയ്യുന്നത്. മോർണിംഗിൽ തന്നെ ഒരു 10-70-80 പോയിന്റോളം നമുക്ക് ഈ ചാർട്ടിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അതിന് നമുക്ക് പ്രീമിയം ചാർട്ട് നമ്മൾ ഏതാണ് പ്രീമിയം ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 25-300 400 നമുക്ക് പ്രീമിയം നമുക്ക് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. അത് വ്യൂവിൽ സിമ്പിൾസ് ഇപ്പോൾ കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ആഡ് ചെയ്യാൻ പറ്റും. അതിൽ പുട്ട് ഓപ്ഷൻ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓപ്ഷൻ 25-400 മോർണിംഗിൽ വന്ന എൻട്രി ആണ്. സ്കാൽപ്പിംഗിൽ 1 മിനിറ്റിൽ മോർണിംഗിൽ നമുക്ക് അവിടെ ബൈസിക്കിൽ തന്നതിന് ശേഷം രണ്ടാമത്തെ ക്യാൻഡിൽ നമുക്ക് കൺഫർമേഷൻ കിട്ടി. ക്യാൻഡിൽ കളർ ഗ്രീനും താഴെയും വന്നിട്ടുണ്ട്. അവിടുന്ന് മൂന്നാമത്തെ ക്യാൻഡിൽ നമുക്ക് എടുക്കാമായിരുന്നു. അവിടെ നേരെ കയറിയിട്ടുണ്ട്. ഇപ്പോൾ അവിടുന്ന് മിസ്സായിട്ട് അടുത്ത റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്തപ്പം നമുക്ക് 85 എൻട്രി പോയതാണ്. 85 നേരെ ഒറ്റയടിക്ക് മാർക്കറ്റ് കയറിയത് അപ്രോക്സിമേറ്റ് 119 വരെ. രണ്ടാമത് പിന്നെ തിരിച്ചിറങ്ങി മാർക്കറ്റ് പിന്നെയും 104 വരെ ഇറങ്ങിയിട്ട് പിന്നെയും കയറി അപ്രോക്സിമേറ്റ് 133 വരെ. അപ്പം നല്ല റിട്ടേൺ ആയിരുന്നു. അവിടെ ഹോൾഡ് ചെയ്തൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, കാരണം സോഫ്റ്റ്വെയർ താഴെ ഗ്രീൻ തന്നെയാണ് കാണിച്ചത്. അവിടെ നിന്ന് ഈസി ആയിട്ട് ട്രേഡ് എടുക്കാൻ പറ്റുമായിരുന്നു. ഇപ്പം ലാസ്റ്റത്തെ എൻട്രി കാണാം. നമുക്ക് ലാസ്റ്റ് ഇപ്പോൾ ക്ലോസിംഗ് ലെവലിൽ വന്ന എൻട്രി നോക്കുകയാണെങ്കിൽ ഇപ്പം ഒരു ബൈ ട്രേഡ് തന്നിട്ടുണ്ട് 88. അപ്പം അതിൻ്റെ എൻട്രിയും ടാർഗറ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. താഴെ 3 ടാർഗറ്റ്. അപ്പോൾ സിഗ്നൽ വന്ന് കൺഫേം ആവുക, അതായത് ക്യാൻഡിൽ കളറും താഴത്തെ ലെവലും ഒന്നിച്ച് വരികയാണെങ്കിൽ നമുക്ക് അവിടെ അടുത്ത് ഇങ്ങനെ ട്രേഡ് എടുക്കാം. ഇവിടുന്ന് മാർക്കറ്റ് കയറിയിട്ടുണ്ട്. ഇൻ കേസ് നമ്മൾ അവിടെ എൻട്രി മിസ്സാലും അടുത്ത ലെവലിൽ റീ എൻട്രി ആയിട്ട് നമുക്ക് ഇവിടെ തരികയും ചെയ്യും. ഇപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ചെറിയൊരു റിട്ടേൺ വന്നിട്ടുണ്ട്. നമുക്ക് 2 ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. 1 വീക്കിൽ പെട്ടെന്നാണ് എൻട്രി കിട്ടുന്നത്. അത്രയും ചെറിയ ടാർഗറ്റുകളായിരിക്കും. അതേപോലെ റിവേഴ്സിൽ പെട്ടെന്ന് വരും. പക്ഷേ നമുക്ക് 5 മിനിറ്റ്സ് ആണ് കുറച്ചുകൂടെ ആക്യുറേറ്റ് ട്രേഡ് വരുന്നത്. M5 വെച്ചാണ് നമ്മൾ കൂടുതൽ ട്രേഡ് എടുക്കുന്നത്. പക്ഷേ ചെറിയ കുറച്ചുകൂടെ ആക്യുറേറ്റ് ട്രേഡുകളാണ് 5 മിനിറ്റ്സിൽ വരിക. പെട്ടെന്ന് അപ് ട്രെൻഡ് കയറി തിരിച്ച് റിവേഴ്സ് അടിക്കുമെങ്കിൽ അവിടെ ട്രേഡ് തരില്ല. പക്ഷേ ചെറിയ ട്രേഡുകളാണ് നമുക്ക് 1 മിനിറ്റിൽ. അപ്പോൾ 1 മിനിറ്റിൽ നമ്മൾ എടുക്കുന്നവർക്ക് ഇപ്പോൾ പെട്ടെന്നാണ് ട്രേഡ് വേണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി പെട്ടെന്നാണ് നമുക്ക് ചെറിയ ടാർഗറ്റ് ആണ് വേണ്ടെങ്കിൽ നമുക്ക് മിനിറ്റ് വൈസിൽ മോർണിംഗ് ലെവലും ക്ലോസിംഗ് ലെവലിൽ ഈസിയായിട്ട് ട്രേഡ് എടുക്കാം. പക്ഷേ 5 മിനിറ്റ്സിൽ ഇന്നത്തെ എൻട്രി നോക്കുകയാണെങ്കിൽ 5 മിനിറ്റ്സിൽ അവിടെ ഓപ്പൺ ആയ ശേഷം നമുക്ക് അവിടെ ബൈ എൻട്രി തന്നെയാണ് തന്നിരുന്നത്. മോർണിംഗ് ലെവലിൽ നമ്മൾ എടുത്ത് 85 അവിടുന്ന് അപ്രോക്സിമേറ്റ് 132 വരെയൊക്കെ പോയിട്ടുണ്ട്. നല്ല റിട്ടേൺസ് ആയിരുന്നു. ഇവിടുന്ന് അപ്രോക്സിമേറ്റ് 133 വരെ കയറിയിട്ട് ചെറിയ ഡൗൺ ഇറങ്ങി 110 വരെ ഇറങ്ങിയിട്ടാണ് പിന്നെ റിവേഴ്സ് 33. അപ്പോൾ രണ്ടാമത് എൻട്രി ഇവിടെയും പിടിച്ചിട്ടുണ്ട്. ചെറുതായിട്ട് ഇവിടുന്ന് പിന്നെയും കയറിയിട്ടുണ്ട്. പക്ഷേ ഹ്യൂജ് ഡൗൺ സൈഡ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബൈ സൈഡിൽ നോക്കുകയാണെങ്കിൽ വലിയ റിട്ടേൺ ഉണ്ടായിരുന്നില്ല, കാരണം ബൈ സൈഡ് നല്ലൊരു ആക്യുറേറ്റ് എൻട്രി എന്ന് പറയാം. കാരണം നല്ലൊരു നിഫ്റ്റിക്ക് വലിയൊരു പ്രോഫിറ്റ് ഉണ്ടായിരുന്നില്ല എന്ന് പറയാം ബൈ സൈഡിൽ. എന്നാലും ചെറിയ റിട്ടേൺ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു സെൽസ് ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട്, പക്ഷേ ഇത് കൺഫേം അല്ല. ഇവിടെ ബൈ ഇൻഡിക്കേഷൻ പ്രകാരം കോൾ ഓപ്ഷൻ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. 25-200 കോൾ ഓപ്ഷൻ ചെറിയ റിട്ടേൺ വന്നിട്ടുണ്ട്. ചെറിയൊരു പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് കൺഫർമേഷൻ നമുക്ക് കിട്ടി 182 അപ്രോക്സിമേറ്റ് 1201 വരെയൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ റിട്രേസ്മെന്റ് ചെയ്ത് രണ്ടാമത് 82 വരെ ഇറങ്ങിയിട്ട് പിന്നെ 199 വരെ പിന്നെ പോയ ശേഷമാണ് അവിടെ ഇപ്പോൾ സൈഡ് വേസ് തരുന്നത്. ഇപ്പോൾ ഇവിടെ എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്കിവിടെ കളർ ചേഞ്ച് കാണിച്ചു തരുന്നത്.
വരുന്നത്. അപ്പോൾ കളർ ചേഞ്ച് കാണിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടുന്ന് ട്രെൻഡ് മാറും. 1 മിനിറ്റിൽ ചേഞ്ച് ആവും, 5 മിനിറ്റ്സിൽ 1 മിനിറ്റിൽ ചേഞ്ച് വരുമ്പോഴേ നമുക്കറിയാം റിവേഴ്സ് പോകുന്നത്. അപ്പോൾ ഒരു ഹ്യൂജ് ഡൗൺ പോകുന്നതിന് മുമ്പ് നമുക്ക് എക്സിറ്റ് അടിക്കാനായിട്ട് നമ്മുടെ അവിടെ സൈഡ് വേസ് ഇൻഡിക്കേഷൻ കാണിച്ചു തരും. അതേപോലെ ട്രെൻഡ് ചേഞ്ച് ചെയ്ത് 1 മിനിറ്റിൽ ട്രെൻഡ് ചേഞ്ച് ആയിട്ട് കാണിച്ചു തരും. അതേപോലെ തന്നെ നമുക്ക് മെസ്സേജ് അലേർട്ടായിട്ട് റിവേഴ്സ് പോകുന്നു എന്നുള്ള ക്രോസ് അപ്പ് ക്രോസ് ഡൗൺ എന്ന് പറയുന്നത് നമുക്ക് മെസ്സേജും ഇവിടെ തരും. ഇപ്പം നിഫ്റ്റിയിൽ ഡൗണിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ നിന്ന് മെസ്സേജ് തരുന്നിരുന്നു, അലേർട്ട് മെസ്സേജ് കിട്ടും. അതോടൊപ്പം നമുക്ക് താഴത്തെ സോൺ മാറും. ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇവിടെ സോൺ മാറിയിട്ടില്ല, കാരണം ഇതൊരു നമുക്കൊരു ബൈ സൈഡിൽ നിന്ന് തിരിച്ച് ഡൗണിലേക്ക് ഇറങ്ങാൻ പാകത്തിന് ട്രേഡ് കിട്ടിയിട്ടില്ല. ഇപ്പൊ നിഫ്റ്റിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ സെൽ തന്നു എന്ന് മാത്രം നമുക്ക് താഴെ മാറിയിട്ടില്ല. നമുക്ക് അവിടെ ട്രേഡ് കിട്ടിയത് നമുക്ക് അവിടെ ഡൗൺ സൈഡ് നമുക്ക് മിനിറ്റ് വൈസ് ആണ്. മിനിറ്റ് വൈസിൽ പെട്ടെന്ന് എൻട്രി എക്സിറ്റും കിട്ടും. പക്ഷെ മിനിറ്റ് വൈസ് കണ്ടുകൂട്ടി നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. മിനിറ്റ് വൈസ് ചാർട്ടിനേക്കാളും കൂടുതൽ നല്ലത് മോർണിംഗ് ലെവൽ ക്ലോസിംഗ് ലെവൽ കുറച്ചുകൂടെ ആക്യുറേറ്റ് ട്രേഡുകളായിരിക്കും വരുന്നത്. അത് കൺഫർമേഷൻ ശേഷം നമുക്ക് സപ്പോർട്ട് ഉള്ള റെസിസ്റ്റൻസ് സ്ട്രോങ് ആയിട്ട് കട്ട് ചെയ്ത് മാത്രം അവിടെ ട്രേഡ് എടുത്താൽ മതി. ഓക്കെ, അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കോൺടാക്ട് ചെയ്യും.